നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അവസാനം ഇട്ട വീഡിയോയിൽ ലെൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ലെൻസ്, അതായത് ഫിഷ് ഐ. ഞാൻ ഇന്ന് കാണിക്കുന്നത് CorelDRAW X5ലാണ്. ഞാൻ ഇത് ഓപ്പണാക്കി വെച്ചിരിക്കുക X5 ആണ്. ബ്ലെൻഡ് ടൂള്, അത് മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. ബ്ലെൻഡ് ടൂള്, അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്ലെൻഡ് ടൂൾ എന്ന് പറയുന്നത് എല്ലാ വേർഷനിലും ഉണ്ട്. 12, 11 എല്ലാ വേർഷനിലും ബ്ലെൻഡ് ടൂൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഉപയോഗം പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ കോപ്പി എടുത്ത് കുറച്ചൊരു ചെറുതാക്കിയിട്ട് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സെൻറ്ററിൽ വരുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കീബോർഡിൽ ഇ, അതിനുശേഷം ബ്ലെൻഡ് ടൂള് അത് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ടൂള് അപ്പോൾ ആദ്യം നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ വലിയ റൗണ്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മറ്റേ അറ്റം കൊണ്ടുപോയി അടുത്ത റൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 20 എണ്ണം എന്നുള്ളത്, അതിവിടെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ബ്ലെൻഡ് ഒബ്ജക്ട്സ് എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ നമുക്കത് കുറക്കുക കൂട്ടുക ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറക്കുകയെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കോപ്പി എടുത്ത് താഴത്ത് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബ്ലെൻഡ് ടൂൾ കൊണ്ടുള്ള യൂസ്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അതിൻ്റെ ആ സൈസ് മാറി സൈസ് മാറിയിട്ടായാലും, നിങ്ങളിപ്പോൾ ഒരേ സൈസാണെങ്കിൽ ഒരേ സൈസ്, അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാറാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സ്റ്റാർ വരച്ചിട്ടുണ്ട്. കുറച്ച് മാറി അത് ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർ രണ്ടും ഒരേ ലൈനിൽ വരാൻ വേണ്ടി കീപാഡിൽ ഇ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ബ്ലെൻഡ് ടൂൾ എടുത്ത് ഇപ്പോൾ സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എണ്ണം കുറക്കാം. ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് ടൂള് കൊണ്ട് വേറെയും യൂസ് ഉണ്ട്. അത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാജിദ്. ചേഞ്ച് കേസ് അപ്പർ കേസ്, ഇമ്പാക്റ്റ്. അതിനുശേഷം ഞാൻ ന്യൂമറിക് കീപാഡിൽ ഒരു പ്ലസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് റെഡ് കളർ ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് തെറ്റിച്ച് വെച്ച് ഇത്തിരി ചെറുതാക്കി. വലുത് പുറകിലുണ്ട്, ഫ്രണ്ടിൽ ചെറുത്. അപ്പോൾ ശേഷം ഞാൻ ബ്ലെൻഡ് ടൂൾ എടുക്കുകയാണ്. അത് ആ പുറകിലേക്ക് ഒരു 3D എഫക്റ്റിലേക്ക് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രൂഡ് ടൂൾ കൊണ്ടുള്ള അതേ ഒരു യൂസ് തന്നെയാണ് ബ്ലെൻഡ് ടൂളും കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് നോക്കാം.
ഈ ഒരു എഫക്റ്റിലേക്ക് വന്ന് ഒരു 3D എഫക്റ്റിലേക്ക് വന്നു. അത് മാറ്റി വെച്ച് ഒഴിവാക്കി ഇനി അടുത്തൊരു മെത്തേഡ് ഇടാൻ നോക്കാം. നമ്മൾ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ എഫക്റ്റ് ഇതിനും വരുത്താൻ പറ്റും. ഇപ്പം ഞാൻ താഴെ ഒന്ന് വേറൊന്ന് കൊടുത്തിട്ടുണ്ട്, മുകളിൽ റെഡ്. ഇപ്പോൾ ബ്ലെൻഡ് ടൂള് എടുത്ത് അവിടെ 20 സ്റ്റെപ്പ് പുറകിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഇപ്പം ഞാനത് കുറച്ച് അതിൻ്റെ എണ്ണം കുറച്ചു ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഒന്ന് പുറകിലുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്തതിലുള്ള ഒന്ന് ഏറ്റവും പുറകിലുണ്ട് ഇതിൻ്റെ ഇവിടെ. അതും ഡിലീറ്റ് ചെയ്തു. ശേഷം ഞാൻ ഈ ബ്ലെൻഡായിട്ട് വരുന്ന ആ ഒബ്ജക്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഒറ്റ ഒന്ന് സെലക്ട് ചെയ്ത് തന്നെ എല്ലാം സെലക്ട് ആവും. ശേഷം ഞാൻ വെൽഡ് ചെയ്തു. ഇപ്പോൾ ആ നമ്മുടെ എക്സ്ട്രൂഡ് ടൂളിൽ ചെയ്യുന്ന അതേ ഒരു എഫക്റ്റ് ഇതിന് കിട്ടി. ആ ഒരു 3D ലുക്ക് ഇതിന് വന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തു. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് ആ ബ്രേക്കപ്പ് പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചാലും അത് ആ പൊസിഷനിലേക്ക് മാറി വരുന്നതാണ്. ഇപ്പം ഞാൻ ആ ഒരു 3D എഫക്റ്റിലേക്ക് തന്നെ ഒരു ബ്ലോക്ക് ലെറ്റർ മാതിരി ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബ്രേക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്ത് ബ്രേക്ക് ബ്ലെൻഡ് ഗ്രൂപ്പ് അപ്പാർട്ട്. ഇതിപ്പോൾ ബ്രേക്കായി. ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ആ റെഡിൽ വെച്ചിരിക്കുന്ന ആ സാധ്യത എന്നുള്ളത് സെപ്പറേറ്റ് വന്ന്, അതുകൂടാതെ പുറകിലൊന്ന് ബ്ലൂ കളറുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു പുറകിലുള്ളത്. ഇനി വരുന്നത് മുമ്പിലുള്ളതാണ്. മുമ്പിലുള്ളത് ഞാൻ കളർ മാറ്റി കൊടുക്കാം. അതിനുശേഷം പുറകിലുള്ളത് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഈ പുറകിലുള്ള ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കിട്ടും. അത് ഗ്രൂപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം വെൽഡ്, മൊത്തത്തിൽ വെൽഡായിപ്പോൾ അതിപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറി. ഇപ്പോൾ അവർ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ഇതിനും വന്നു. അപ്പോൾ ഇത് ഒരു യൂസ്. ഇനി അടുത്തത് കാണിക്കാം. ഈ ബ്ലെൻഡ് ടൂള് കൊണ്ട് തന്നെ വേറൊരു സംഭവം കൂടി ചെയ്യാം. നമ്മളിപ്പോൾ മെഡലിനൊക്കെ സൈഡിലായിട്ട് കതിര് പോലുള്ളൊരു ഇങ്ങനെ ഇലകളിങ്ങനെ ഒരു കേവ് ടൈപ്പിൽ വരുന്നതാണ്. അധികം ഒരുപാട് മെഡലിൻ്റെ സൈഡിലൊക്കെ കാണാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ പെൻ ടൂൾ എടുക്കുകയാണ്. പെൻ ടൂൾ എടുത്തതിന് ശേഷം ആ ഇലയൊന്ന് വരച്ചിട്ടുണ്ട്. ഒരു ഇല. ശേഷം ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഒന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇത്തിരി ഒന്ന് ചെറുതാക്കി. പിന്നെ അത് രണ്ടും കൂടെ ഒന്നായിട്ട് സെലക്ട് ചെയ്ത് കീബോർഡിൽ സി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ബ്ലെൻഡ് ടൂള് എടുക്കുകയാണ്.
ഇപ്പോൾ ബ്ലെൻഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആ മുകളിലുള്ള ഇമേജിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇങ്ങനൊരു എഫക്റ്റ് കിട്ടി. അപ്പോൾ നമുക്കിത് കുറക്കണം. ഇത് ഇത്രയധികം ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്കിത് കിട്ടി. ഇനി നമ്മളിത് ഒരു കേവ് ടൈപ്പിലേക്ക് വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പെൻ ടൂൾ എടുത്തിട്ടുണ്ട്. പെൻ ടൂൾ എടുത്ത് ഇങ്ങനെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. എൻ്റർ കൊടുത്തു. പെൻ ടൂൾ കൊണ്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ച് അതിന് ഒരു എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ സെലക്ട് ചെയ്തു. ബ്ലെൻഡ് ടൂൾ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇലകൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കുറച്ച് ഓപ്ഷൻ കാണാം. ഈ ബ്ലെൻഡ് ടൂൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ കുറച്ച് ഓപ്ഷൻ കാണാം. അതിൽ പാത്ത് പ്രോപ്പർട്ടീസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പാത്ത് പ്രോപ്പർട്ടീസ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് താഴെയായിട്ട് ന്യൂ പാത്ത് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ന്യൂ പാത്ത് ഞാൻ എടുത്തു, സെലക്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങനൊരു, അതായത് അതിൻ്റെ ആ നമ്മുടെ മൗസ് പോയിൻ്ററിൻ്റെ ആ വ്യൂ മാറിയിട്ട് ഇങ്ങനെയുള്ളൊരു ഏറോയിലേക്ക് അത് വന്നു. അതിനുശേഷം നമുക്കിപ്പോൾ ഇതിന് കറക്റ്റാക്കിയിട്ടാണ് ഈ ഇല കൊണ്ടുവെക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ ലൈനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ പൊസിഷനിലേക്ക് ആ ലൈന് കണക്കായിട്ട് വന്നു. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത്. അപ്പം ഞാൻ ആ ഫസ്റ്റ് ആ താഴെയുള്ള ഇല സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ആ പാത്തിൽ, ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നമ്മൾ ആ പാത്തിന് കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യിച്ചാലും ആ ലൈന് കറക്റ്റായിട്ട് പോകും. വേറൊരു ഔട്ടറിലേക്ക് അത് പോകുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ ഇത് തിരിഞ്ഞ് വരണം. അതിൻ്റെ ആ ശരിക്കും അത് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒന്ന് മാത്രം, ആ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരൊറ്റ ഇല മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാം റൊട്ടേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച്, ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രകാരം ഇത് കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. സാധാരണ ഇങ്ങനെയെല്ലാം ഉണ്ടാവുക, ഇതിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ആ പാത്തിന് കണക്കായിട്ട് ഞാൻ കൊടുത്തതിന് ശേഷം അത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ബ്ലെൻഡ് അപ്പാർട്ട്. ശേഷം ആ ലൈന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് ആ ലൈന് കുറച്ചുകൂടെ പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ പെൻ ടൂള് വീണ്ടും സെലക്ട് ചെയ്ത് അതിനുശേഷം ആ അവസാനിപ്പിച്ച അവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയുള്ളൊരു ഷേപ്പിലേക്ക് അത് കൊണ്ടുവന്നു. ശേഷം മൊത്തത്തിൽ സെലക്ട് ചെയ്ത് വെൽഡ്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇത് വന്നു. സാധാരണ നമ്മൾ മെഡലിലൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പ് കാണാം. ഈ ഒരു പൊസിഷനിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്ലെൻഡ് ടൂള് ഒരുപാട് ഉപകരിക്കുന്ന ഒരു ടൂളാണ് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ.